എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. വടക്കാഞ്ചേരി എന്ന് പറയും. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 28-നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു അല്പവിശ്വാസം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെടാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ആഗ്രഹിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വണ്ടിയിലാണ് കൃപാസനത്തേക്ക് വരാറ്. പിന്നെ എന്ന് മുതലാണ് ഞാൻ ആഗ്രഹിച്ചത്, അപ്പോൾ ഒന്നും എനിക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ 3ാമത്തെ തവണ ഞാനിങ്ങനെ ആഗ്രഹിച്ച് കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ നാളെ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ആൾക്കാരായാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജപമാല സ്നേഹത്തോടെ ഞാൻ ചെല്ലാൻ തുടങ്ങി. 2ാമത്തെ രഹസ്യം എത്തിയപ്പോഴേക്കും ആളെന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ആളായി, നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തിട്ട് മാതാവിനെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി. ആദ്യം മാതാവ് ചെയ്തത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സ്വപ്നത്തിൽ കാണുന്നത് മാതാവ് സ്വപ്നത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാൻ കാണുന്നതാണ് എൻ്റെ മേലെ കൂടെ ഒരു നീല പ്രകാശം എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങണതാണ് കണ്ടത്. അപ്പം ഭൗതികമായിട്ടുള്ള എൻ്റെ നിയോഗങ്ങളെക്കാളും മാതാവ് ആദ്യം എനിക്ക് ചെയ്തു തന്നത് എന്താ പറയുക, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എന്നെ, അവൻ്റെ ഭരണത്തിൽ നിന്ന് എന്നെ പിടിച്ച് മാതാവിൻ്റെ മേലങ്കി കൊണ്ട് ആദ്യം പൊതിയാണ് ചെയ്തത്. ആദ്യത്തെ 3 മാസം ഞാൻ മാതാവിനോട് എൻ്റെ ഭൗതിക നിയോഗങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, മോളെ നീ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക, ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അതിന് വേണ്ടിയല്ലല്ലോ. അങ്ങനെ മാതാവ് ആദ്യം വിശുദ്ധ കുർബാനയിലേക്കും ഈശോയിലേക്കും അടുപ്പിക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ ജപമാലകളൊക്കെ ചെല്ലാൻ തുടങ്ങി. ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഉടമ്പടി ധ്യാനത്തിലാണ് എനിക്ക് ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത്. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ മാറ്റി. പക്ഷെ മാതാവ് അത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലത്തെ ആദ്യത്തെ നിയോഗമാണ് ആദ്യം ഒപ്പുവെച്ചത്. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത കുഞ്ഞ് എന്നറിയില്ല. ഞാൻ നാട്ടിലാണ്, ഹസ്ബൻഡ് പുതിയ ജോലി കിട്ടി ദുബായിലാണ്. ആ സമയത്ത് ആണ് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചത്. അപ്പോൾ മാതാവ് ആദ്യം ചെയ്തത് ഹസ്ബൻഡിനോട്, അവിടുത്തെ മാനേജർ, ഹസ്ബൻഡ് ജോലിക്ക് കയറിയിട്ട് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ചെയ്തത് മാനേജർ വന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു, നിനക്ക് ലീവ് വേണോ, നീ ലീവ് വേണമെങ്കിൽ നാട്ടിലേക്ക് പൊക്കോ. 1 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് ലീവ് കിട്ടേണ്ടത് 6 മാസം ആവുന്നതിന് മുമ്പ് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി എന്നാണ് ഒരു കുഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ് ആദ്യമായിട്ട് എനിക്ക് സമയം ചുരുക്കി തന്ന് ആ കുഞ്ഞാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് കുറേ സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഡിസ്ചാർജ് ആവാൻ പോവുകയാണ് ഷുഗർ കൂടിയിട്ട്. ആ സമയത്ത് മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കരുതൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. എനിക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ SGOT SGPT ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ആ വാർഡിൽ 2 നിമിഷമാരുണ്ടായിരുന്നു. ഒരു നിമിഷം ഡിസ്ചാർജ് ആയിപ്പോയി, ഒരു നിമിഷം ഞാനായിരുന്നു. അപ്പോൾ ആ നിമിഷയുടെ ഹൗസ് സർജൻ വന്നിട്ട് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു. ഞാനത് ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ SGOT SGPT ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു വന്നിട്ട്, ഇത് തനിക്ക് എഴുതിയ ടെസ്റ്റല്ല, പക്ഷേ ദൈവമായിട്ട് കാണിച്ചു തന്നതാണ്, എൻ്റെ മാതാവാണ് അതെനിക്ക് കാണിച്ചു തന്നത് 100% ഉറപ്പുണ്ട്. അങ്ങനെ ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഞാൻ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മാതാവ് പൂർണ്ണ സൗഖ്യം തന്നു. എന്നിട്ട് ഞാൻ ഡോക്ടർക്ക് എൻ്റെ റിസൾട്ട്, ഷുഗറിൻ്റെയും SGOT SGPT റിസൾട്ട് ഞാൻ അയച്ചു കൊടുത്തു വാട്സപ്പിൽ. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, വിശ്വസിക്കാവുന്ന വല്ല ലാബിലാണോ ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് ഭയങ്കര ചിരി വന്നു, കാരണം ഇതെൻ്റെ മാതാവും ഈശോയാണല്ലോ സുഖപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, നിൻ്റെ ദൈവമായ കർത്താവിന് സാക്ഷ്യം പറയാൻ നീ ലജ്ജിക്കരുതെന്നാണ്. ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഇതെൻ്റെ ഈശോയാണ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞു.
അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് സാക്ഷ്യങ്ങളിൽ കേട്ട പോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വയറ്റത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഇവൾ ഒക്ടോബർ 22-നാണ് ഇവളുടെ ഡെലിവറി ഡേറ്റ്. ഇവൾ ഒക്ടോബർ 8-നാണ് മാതാവ് തന്നത്. മാതാവിനോട് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് മാതാവിൻ്റെ മാസത്തിൽ വേണം എനിക്കൊരു ഉണ്ണിയെന്ന്. മാതാവ് അത് നടത്തി തന്നു. അങ്ങനെ സമയം ചുരുക്കി തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഒരു ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ ട്രെയിനിലാണ് തിരിച്ചു വന്നത്. ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ ഞാൻ പോയതും വന്നതും എല്ലാം മാതാവിനെ കൃപാസനത്തെയും മാതാവിനെ അറിയുന്ന ആൾക്കാരുടെ കൂടെയായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ട്രെയിൻ എൻ്റെ ക്യാൻസലായി പോയി. എന്നിട്ട് ഞാൻ വേറെ ട്രെയിനിലാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു ചേച്ചിനെ ഞാൻ കണ്ടുമുട്ടി. ആ ചേച്ചി ക്യാൻസർ ബാധിച്ചൊരു ചേച്ചിയായിരുന്നു. അന്ന് ആ ചേച്ചി മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഉപ്പില്ലല്ലോ, ഉപ്പ് എങ്ങനെ കിട്ടും എന്ന് ആ ചേച്ചി വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ ട്രെയിനിൽ കയറിയത്. അങ്ങനെ മാതാവിനെ കുറിച്ച് പറയാനും ഉടമ്പടി ഉപ്പ് കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ട്രെയിനിലൊക്കെ സുവിശേഷ പ്രഘോഷം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത്, ഞാൻ കുറേ നാളായിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു നഴ്സാണ്. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസംബർ 8 എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഞാൻ ഈ PSCക്ക് വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെ PSC കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്. പക്ഷേ എക്സാമിൻ്റെ ദിവസങ്ങൾ അടുത്തപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്തത്? അപ്പോൾ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മകൻ മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് അന്ന് എക്സാം എഴുതാൻ പറ്റിയത്. ഞാൻ കാശ് രൂപം കൊണ്ടാണ് എക്സാമിന് പോയത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആൻസർ ചെയ്ത് നോക്ക്, എത്ര മാർക്ക് ഉണ്ടാവും നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, അതിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് PSC ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഒരു 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചത് വയനാട്ടിൽ ദുരന്തത്തിൻ്റെ ആ സമയത്തായിരുന്നു. അപ്പോൾ അത് ദുരന്തമായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. PSC മാതാവ് ഇതുവരെ എത്തിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ എന്നാവും എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ സെപ്റ്റംബറിലെ ലിസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല. ഇനി ഇൻ്റർവ്യൂ ഉണ്ടാവുക ഒക്ടോബറിലാണ്. പക്ഷേ എൻ്റെ ഡെലിവറിയും ഒക്ടോബറിലാണ്. എനിക്ക് സിസേറിയനാണ്. എങ്ങനെ ഇൻ്റർവ്യൂവിന് പോവും? അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ഒന്ന് സെപ്റ്റംബറിലോട്ട് മാറ്റി തരാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല, തൻ്റെ ഡെലിവറി ഞങ്ങൾ എന്നാണ് ഇൻ്റർവ്യൂ ഇടണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇൻ്റർവ്യൂ നേരത്തെയുണ്ട്, എന്നാൽ അത് മുൻകൂട്ടി വേണമെന്നുള്ളവർ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മെസ്സേജ് വന്നു PSCന്ന്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് പോയ സമയത്തും എനിക്ക് മാതാവ് എൻ്റെ സമയം ചുരുക്കി തന്നു. എനിക്കൊരു 11:30-12 മണിയാകുമ്പോഴായിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടും ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ കൂടെ കുറേ ഗർഭിണികളുണ്ട്. പക്ഷേ അവരെല്ലാം ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക, വേഗം കയറ്. അങ്ങനെ എനിക്ക് അവിടെയും സമയം ചുരുക്കി തന്നു. ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നു. ഡിസംബർ 8 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഡിസംബർ 9 മാതാവ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 90ാമത്തെ റാങ്കോട് കൂടി എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ 3ാമത്തെ നിയോഗം, എൻ്റെ മൂത്ത കുട്ടി, അവൾക്ക് ഒരു വയസ്സിൽ കോവിഡ് വന്നു. അതിനുശേഷം പനി വരും. ഒരു 105 ഡിഗ്രി പനിയൊക്കെയാണ് എപ്പോഴും വരിക. അവൾക്ക് പനി വന്നാൽ ഞങ്ങൾക്കൊരു മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഫിറ്റ്സ് വരും. എത്ര നമ്മൾ എന്ത് ചെയ്താലും പനി കുറയില്ല. അമ്മയ്ക്കും എനിക്കും ഭയങ്കര വിഷമമാണത്. ആ വിഷമം അപ്പോൾ ഞാൻ മാതാവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി സമയത്ത് ഉടമ്പടിയിൽ ഞാൻ 3ാമത്തെ നിയോഗം മാതാവ് അത് ഏറ്റെടുത്തു. അതിനുശേഷം മോൾക്ക് അങ്ങനത്തെ ഒരു പനി വന്നില്ല. പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട്, ഞാൻ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് മാതാവിനോട് സംസാരിക്കുന്നത്. ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നും. സംസാരിച്ചില്ലെങ്കിൽ എന്തോ കണക്ഷൻ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയൊക്കെ മാതാവ് എനിക്ക് തന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു സൈക്യാട്രി പേഷ്യൻസിനെ നോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ദശാംശം പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി ധ്യാനമാണ് എന്നെ നയിച്ചിരുന്നത്. ഞാൻ എപ്പോൾ വീഴാൻ പോയാലും അത് എന്നോട് ഉടമ്പടി ധ്യാനത്തിലൂടെ അച്ഛൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നോട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഉടമ്പടിയിലെ വചനങ്ങൾ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, എൻ്റെ സമാധാനം ഉടമ്പടിക്ക് മാറ്റം വരികയില്ല, നീ എനിക്ക് പ്രിയപ്പെട്ടവളും പ്രിയങ്കരിയും ബഹുമാന്യയുമാണ്, നിനക്ക് ഉപകരമായ ജനതകൾ, നിൻ്റെ ജീവൻ ജനതകളെയും ഞാൻ നൽകുന്നു. ഈശോയുടെ കരുണയുടെ കുറേ വചനങ്ങൾ, ഇതെല്ലാം ഈശോ എനിക്ക് ഉടമ്പടിയിലൂടെ തരാറുണ്ട്. പിന്നെ ആ ട്രെയിനിൽ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണത്തിന് ശേഷമാണ് ഈശോ എന്നോട് ബൈബിളിലൂടെ സംസാരിച്ചത്. ആ ഒരു അനുഭവം മാത്രം മതി എനിക്ക് ഈശോ എപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ള ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. നിമിഷ, സണ്ണി തൻ്റെ കുഞ്ഞുങ്ങളും അമ്മയുമൊക്കെ ആയിട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, തൻ്റെ ജീവിതം പ്രഘോഷിക്കുകയാണിവിടെ. എങ്ങനെയാണ് താൻ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുവാൻ തന്നെ ദൈവം അനുവദിച്ചത്, അതിന് താൻ എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് നൽകിയ കൃപകൾ, തൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും, അതായത് മൂത്ത കുട്ടിക്ക് ശേഷം ഒരു അബോർഷനാകുന്നു, പിന്നീട് ഇനി എന്നൊരു കുഞ്ഞ് എന്നുള്ളത് തന്നെ സംബന്ധിച്ച് അത് ഇനി നീണ്ടുപോകുമോ എങ്ങനെയെന്നറിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ഹസ്ബൻഡ് ജോലിക്കായിട്ട് പോകുന്നു, ഈ മകള് നാട്ടിലാണ്. എങ്ങനെയാണ് അവിടെ അമ്മ ഇടപെടുന്നത്? അതായത് ഈ മകൾ ഓരോന്നിലും പറഞ്ഞു ടൈം ഷോർട്ടനിങ്, ജീവിതത്തിൽ ഇനി കുറേ നാൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അവിടെ അമ്മ എങ്ങനെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി ക്രമീകരിക്കുന്നു. അതായത് നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്, നാം പറയുന്നതൊക്കെ കേട്ടുകൊണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ മനസ്സിലെ ആഗ്രഹം അതാരോടും പറഞ്ഞൊന്നുമില്ല, പക്ഷേ പറഞ്ഞതൊരാളോടാണ്. ആ ആളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ടച്ച് ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. അതായത് പരിശുദ്ധ അമ്മയോട് താനിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അമ്മയോട് സംസാരിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അത്രയേറെ അമ്മയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ഈ ഒരു വ്യക്തിബന്ധം തന്നെയാണ് ഉടമ്പടി പ്രധാനമായിട്ടും ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് വേണ്ടത്. ഭൗതികമായിട്ടുള്ള തൻ്റെ കുറേ കാര്യങ്ങൾ അത് 3 മാസത്തോളം പ്രാർത്ഥിച്ചു. എന്നാൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നു നീ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെ ഈ മകൾ പിന്നീട് തൻ്റെ നിയോഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവവുമായിട്ട് താൻ ചെയ്യേണ്ട, അതായത് ചെയ്തിരിക്കുന്ന ഉടമ്പടി, ഈ അമ്മയാണ് മധ്യസ്ഥ. അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവുമായി ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ ആ വാക്ക് പാലിക്കണം. ഉടമ്പടിക്ക് കർത്താവിന് കൊടുത്ത വാക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു ജീവിതം, അതാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു. അതുപോലെ ഒരിക്കലും, അതായത് ഹസ്ബൻഡ് വരുന്നതിന് 2 വർഷമെങ്കിലും 1 വർഷമെങ്കിലും മിനിമം എടുക്കും. എന്നാൽ മാനേജർ എന്ത് പറയുന്നു, ഇതൊക്കെ വളരെ നിസ്സാരമായി കാണുന്നവർക്ക് അത് നിസ്സാരം തന്നെയാണ്. എന്നാൽ എന്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദൈവ പൈതലിന് തോന്നുന്ന കാര്യം മാത്രമാണ്. അതൊരു തോന്നലല്ല, അതൊരു ബോധ്യമാണ്. ആ ബോധ്യമാണ് നിമിഷയ്ക്ക് കിട്ടിയത്. അതിൽ നിമിഷ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും. പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ദൈവ സാന്നിധ്യം എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തനിക്ക് അകാരണമായിട്ട് തന്നെ പിടികൂടിയിരുന്ന ഭയം, അമ്മയുടെ നീല അങ്കി കൊണ്ട് തന്നെ പൊതിഞ്ഞ ഒരു അനുഭവം, അതുപോലെ ഈശോയെയും അമ്മയെയും ഒക്കെ തനിക്ക് സ്വപ്നത്തിൽ തനിക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ഒരു അനുഭവം തനിക്ക് കിട്ടുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും
തൻ്റെ PSC എക്സാമിൻ്റെ കാര്യം, പിന്നീട് റാങ്ക് ലിസ്റ്റിലൊക്കെ എങ്ങനെ വരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാര്യമുണ്ട്. അതിനിടയിൽ താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടുണ്ട് അതിൻ്റെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് തന്നെ ഓരോ അവസ്ഥയിലും ദൈവം വഴി നടത്തിയത്? അതായത് വാഗ്ദാന പേടകമായ അമ്മയെ നാം മനസ്സിലും ഹൃദയത്തിലും ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു വാഗ്ദാന പേടകമായിട്ട് മാറണം. അതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നാണ് പറയുക. പക്ഷേ കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത്. നമുക്ക് കുടുംബങ്ങളെ, വ്യക്തികളെ കൈപിടിച്ച് തൻ്റെ മാതൃഹൃദയത്തോട് വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം നുകരാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് നിന്നും വരുന്നു. എൻ്റെ പേര് രമ്യദാസ്. ഞാൻ കഴിഞ്ഞ നവംബർ 16 ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നതാണ്. അന്ന് എനിക്ക് എൻ്റെ അമ്മയുടെയും ബ്രദറിൻ്റെയും കുഞ്ഞു മോൻ്റെയും സാക്ഷ്യം രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് അവരെൻ്റെ കൂടെ ഇല്ലാത്തതിനാൽ പറയണ്ട എന്ന് പറഞ്ഞു. ഇന്ന് അവർക്ക് വേണ്ടിയുള്ള സാക്ഷ്യവുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ അമ്മയുടെ സാക്ഷ്യം, ഒന്നാമത്തെ സാക്ഷ്യം, ചിക്കൻ ഗുനിയ എന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കാലിന് ഇഞ്ചക്ഷൻ മാറ്റി വെച്ചതിനെ തുടർന്ന് വലിയ ഒരു ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ അമ്മയുടെ കാല് ഈ ഒരു ഭാഗത്തു നിന്നും താഴെ വരെ പൊള്ളലേറ്റതുപോലെയായി. ഇപ്പുറത്തെ കാലിൻ്റെ തുടയിൽ നിന്ന് തൊലി മാറ്റി വെച്ച് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് ഇനി ഒരിക്കലും ഇങ്ങനെ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോ മുള്ളിലോ ഒന്നും ചെല്ലരുത്, കാരണം ആ തൊലി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 സമയത്തിൽ അമ്മയുടെ കാലിൽ നമ്മുടെ 50 പൈസ തുട്ടിൻ്റെ വലിപ്പത്തിൽ ആ തൊലി പൊട്ടുകയുണ്ടായി. ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയെങ്കിലും ഡോക്ടർ പറഞ്ഞു വീണ്ടും ഈ കാലിൽ നിന്ന് തൊലി മാറ്റി വെച്ചാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അന്ന് ഒരു 50,000 രൂപയിൽ കൂടുതൽ ഞങ്ങൾക്കതിന് ചിലവായി. അന്ന് ഡോക്ടർ പറഞ്ഞ് ഇനി അമ്മയുടെ കാലിൽ തൊലി എടുക്കാൻ സ്ഥലമില്ല. ഈ ഒരു തുടയിൽ നിന്നായിരുന്നു നമ്മൾ ഡോക്ടർ ആ തൊലി എടുത്തിരുന്നത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പായി അമ്മയുടെ കാലിൽ വീണ്ടും 2 ഭാഗത്തായി ഈ തൊലി പൊട്ടുകയുണ്ടായി. അപ്പോൾ അമ്മ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, അമ്മയെ എനിക്ക് ഇനി എൻ്റെ കാലിന് ഇനി മാറ്റി വയ്ക്കാൻ തൊലിയൊന്നുമില്ല, പക്ഷേ എൻ്റെ മാതാവ് എനിക്കിത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ് പറഞ്ഞതിനെ തുടർന്ന് അമ്മ ഉപ്പും തേനും ഒക്കെ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേന്ന് രാവിലെ ആ 2 മുറിവുകളും ഉണങ്ങിയതായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ ഒരു അനുഗ്രഹത്തിന് അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരില്ല. കാരണം എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തെ തുടർന്ന് എനിക്ക് കൂട്ടിന് പോകാനോ അമ്മയ്ക്ക് കൂട്ടിരിക്കാനോ ഒന്നും മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലാണ് എൻ്റെ അമ്മ മാതാവും അപ്പായും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗസൗഖ്യം തന്നത്. പിന്നീട് അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പിന്നെ വയറ് 2-3-4 മാസമായിട്ട് വയറുവേദനയെ തുടർന്ന് അമ്മ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്ത് മുഴയാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഉപ്പും നമ്മുടെ ഈ കൃപാസന പത്രവും കൊണ്ട് വേണേ പോകാനെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ്ങിന് മുമ്പായിട്ട് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പത്രവും പിടിച്ച് അമ്മ സ്കാനിങ് റൂമിൽ കയറി. എന്തായാലും സ്കാനിങ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് യൂട്രസിൽ മുഴയില്ല എന്നുള്ള ഒരു അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ എൻ്റെ ബ്രദർ ഈ 2023 അവന് ഡെങ്കിപ്പനി, ഭയങ്കരമായ പനിയെ തുടർന്ന് ചെന്നപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് അറിയിച്ചു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ചടയമള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ കൗണ്ട് തീരെ കുറഞ്ഞു. പിറ്റേന്നായിട്ടും കൗണ്ടിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആഹാരവും കഴിക്കത്തില്ല, വെള്ളവും കുടിക്കത്തില്ല. അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു ഇവൻ്റെത്. അങ്ങനെ ഉപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ വേറെ ഒരു വഴിക്ക് പോയിട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉപ്പ് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ
അവൻ്റെ പെണ്ണിനോട് ഞാൻ പറഞ്ഞു, മോളെ നീ ഇത് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ അവന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസ പ്രമാണം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. ഞാനും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും മുട്ടുമേൽ നിന്ന് ഉറക്കെ എൻ്റെ മാതാവിനോട് കരഞ്ഞ്, മാതാവേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ, എനിക്ക് ആകെയുള്ള ഒരാങ്ങളെയാ, അവന് ഡെങ്കിയുടെ കൗണ്ട് കൂട്ടിക്കൊടുത്ത് അവന് രോഗസൗഖ്യം തന്നവനെ വീട്ടിലേക്ക് വിടണേ എന്ന്. കാരണം അവൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനൊക്കെ വളരെ വിഷമമായിരുന്നു. പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, റിസൾട്ട് വന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. പിന്നീട് ഉച്ചയായപ്പോഴേക്കും അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി കൗണ്ട് കൂടി ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ അവനൊരു കുഴപ്പവുമില്ല, നല്ല കണക്ക് രോഗസൗഖ്യം കിട്ടി. പിന്നെ കുഞ്ഞുമോൻ, അവന് പിന്നെ ഈ പെട്ടെന്നുണ്ടായ പിന്നെ മെഡിസിൻ്റെ അലർജി കാരണം വായിൽ മൊത്തം അങ്ങ് പുണ്ണായി, അങ്ങ് പൊട്ടി അടർന്നു. കാരണം എരിയോ ഒന്നും അതിന് വായിൽ വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി. പോയി മെഡിസിനൊക്കെ കൊടുത്തെങ്കിലും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ തേനും ഉപ്പും കൊടുത്ത് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലല്ല, ഇവർ വേറെ വീട്ടിലാണ്. അങ്ങനെ അമ്മ പിന്നെ തേനും ഉപ്പും കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നല്ല മാറ്റമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാസത്തിനകം വെച്ച് വീണ്ടും കുഞ്ഞിന് ഇതേപോലെ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ പുരട്ടി കൊടുത്ത് ഉപ്പും കൊടുത്ത് പിന്നെ മൊത്തത്തിൽ പൊട്ടി അടന്നിരുന്ന വായാണ്. കാരണം എരിയൊന്നും ചെല്ലാൻ പറ്റത്തില്ല. അത് ഉച്ചയായപ്പോഴത്തേക്കും അത് നല്ലപോലെ ഉണങ്ങി അവൻ നല്ലപോലെ എരിയൊക്കെ കൂട്ടി നല്ലപോലെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഒരു രോഗസൗഖ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ എൻ്റെ ഈ കാലിന് 1.5 വർഷത്തിന് മുമ്പ് ഞാനൊന്ന് ഒരു കുഴിയിൽ ചെന്ന് വീണതാണ്. അങ്ങനെ കുഴിയിൽ ചെന്ന് വീണതിനെ തുടർന്ന് എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഞരമ്പ് വലിയുകയുണ്ടായി. കൂടെ എനിക്കിങ്ങനെ കുറച്ച് 1 കിലോമീറ്റർ നടന്നാൽ മതിയായിരുന്നു. അപ്പോഴേ എൻ്റെ കാലിന് ഭയങ്കരമായ വേദനയുണ്ടാകും. അങ്ങനെ ഈ വേദനയും വെച്ചുകൊണ്ടാണ് ഞാൻ ജപമാല റാലിക്ക്, നമ്മുടെ ഇപ്പോഴത്തെ 2024 ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ കാലിലെ വേദന മാറിക്കിട്ടി. പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യുന്ന എനിക്ക് ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല. ഹോസ്പിറ്റലിൽ, കടകൾ, വീടുകളിൽ, പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കും. എൻ്റെ ഭർത്താവിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ബൈബിൾ വായിക്കാനൊക്കെ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും അമ്മയ്ക്ക് പൂവൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് ബൈബിളൊക്കെ വായിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്നുള്ള ഉപ്പും തേനും കാശുരൂപവും പുസ്തകമൊക്കെ, നമ്മുടെ ഈ പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള, ഞങ്ങളുടെ നാട്ടിലുള്ള സ്നേഹതീരം എന്ന വൃത്തസദനത്തിൽ 100-200ഓളം അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് 2023 ഡിസംബർ 14-നും ഇപ്പം 2024 ഡിസംബർ 14-നും ഞങ്ങൾ 2-3 പേർ ചേർന്ന്, എൻ്റെ കുഞ്ഞമ്മയും മാമനും പിന്നെ 2-3 പേരും ചേർന്ന് ഞങ്ങൾ അന്നദാനം നടത്തുകയും അവരുടെ സ്വയം തൊഴിലിനുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് കൊണ്ട് കൊടുക്കുകയും ചെയ്ത് അവർക്കൊപ്പം ഒരു നേരത്തെ ആഹാരവും കഴിച്ച് ഞങ്ങൾ മടങ്ങി. ഇത്രയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. ഇത്രയും തന്ന ദൈവമാതാവിനും തിരുകുമാരനും 1000 നന്ദി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി ഇവിടെ അവസാനിക്കുന്നു. ഇതിലും വലിയൊരു സാക്ഷിയുമായി ഇനിയും എന്നെ ഈ അൾത്താരയിലേക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ നന്ദി. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1:16 അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. ഈ കൃപയ്ക്കുമേൽ കൃപയാണ് ഇന്ന് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന് 1:12 യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1:12 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ഈ ദൈവമക്കൾ ഇന്ന് ലോകമെമ്പാടും എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക? രമ്യ എന്ന മകള് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ആ വ്യക്തികളുമൊക്കെ ആയിട്ട് വന്ന് ഈ അൾത്താരയിൽ നിന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറയുകയാണ്. അമ്മയുടെ തിരുനടയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ രോഗസൗഖ്യങ്ങൾ, അതിനൊന്നും മറ്റ് ഒരു മാർഗവുമില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെ പിന്നീട് തനിക്ക്
ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ അമ്മയ്ക്ക് സൗഖ്യമായിട്ട് ലഭിച്ചു. അതുപോലെ തൻ്റെ ബ്രദറിൻ്റെ കാര്യം, തൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ, അതായത് തനിക്ക് 1 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ ജപമാല റാലിയിൽ പങ്കെടുത്തത് വഴിയായിട്ട് കാലിൻ്റെ അസ്വസ്ഥതകൾ അത് പരിപൂർണമായിട്ട് എങ്ങനെയാണ് സുഖപ്പെട്ടത്. താനും തൻ്റെ കുടുംബവും അതുപോലെ ഉടമ്പടിയെടുത്ത മക്കൾ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് എത്രയോ പേർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള തങ്ങളുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് നയിക്കുകയാണ്. കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലിൽ ഈ കുടുംബം എങ്ങനെയാണ് പുഷ്ടിപ്പെട്ട് മുമ്പോട്ട് പോവുക. തങ്ങൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയല്ല തങ്ങളുടെ കുടുംബത്തിൽ ഇന്നുള്ളത്. ഒത്തിരിയേറെ പേരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയുന്നു. കൃപാസന പത്രം കൊടുക്കുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് തനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇന്ന് അതിലൊത്തിരി ആനന്ദം കണ്ടെത്തുകയാണ്. അങ്ങനെ കുടുംബം ഒന്നിച്ച് ഈ മകളിവിടെ തൻ്റെ 2ാമത്തെ സാക്ഷ്യം ആൾത്താരയിൽ പറയുമ്പോൾ ഇനിയും തനിക്ക് വരണം. ഇതൊക്കെ ഒരു നിലപാടാണ്, ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന നിലപാട്. ഈ നിലപാട് ഈശോ ഒത്തിരിയേറെ ശ്ലാഘിക്കുന്നതാണ്. അതായത് ഇങ്ങനെയുള്ളവരെയാണ് ദൈവമക്കളാകുവാനായിട്ട് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, അതിന് ഏതെങ്കിലും പ്രത്യേക ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല, ഈശോയെ ഏറ്റുപറയുക. ആ മക്കളെയാണ് ദൈവമക്കളായിട്ട് ഇന്ന് സ്വർഗരാജ്യത്തിൽ ഇവരാണ് വിരുന്നിനിരിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്തെ ആവേ മരിയ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 7, 2023 എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയ ഒരു ജോലിയായിരുന്നു ക്ലിനിക്കൽ നഴ്സ് ഓസ്ട്രേലിയയിൽ. ആ ജോലിയിൽ ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നു. ആ ജോലിയിൽ നിന്ന് നഴ്സ് യൂണിറ്റ് മാനേജറായിട്ടും ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ എന്ന ജോലിയിലേക്കും ഒരു ആ ഡ്യൂട്ടി മറ്റുള്ളവർ ലീവിന് പോകുമ്പോൾ ആ ഡ്യൂട്ടി കവർ ചെയ്യാനുള്ള അവസരം എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ ലഭിച്ചു. അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അത് ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ യൂണിറ്റ് മാനേജറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടായി. ആ വ്യക്തി ഓസ്ട്രേലിയനായിരുന്നു, അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ച് അവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ആ ഡ്യൂട്ടിയിൽ ലീവിന് പോയ എൻ്റെ അമ്മനെ നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ടും നമ്മൾക്ക് ആ സാഹചര്യം കുറവായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഇംഗ്ലീഷുകാരുടെ ഭാഗത്തുനിന്ന്. എനിക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഒരു പ്രത്യേക ഒരു പേഴ്സണാലിറ്റിയുള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാവരെയും ബുള്ളി ചെയ്യും, സ്റ്റാഫിനെ ഹരാസ് ചെയ്യും. സ്റ്റാഫിന് ആ ജോലിക്ക് വരണമെന്ന് തന്നെയില്ല, അവിടെ ഡ്യൂട്ടിക്ക് വരാൻ അവർക്ക് താല്പര്യമില്ലാതായിപ്പോയി. ഞങ്ങളുടെ വാർഡിൽ 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ വ്യക്തിയെ സഹിച്ചുകൊണ്ട് ആ വാർഡിൽ ജീവിക്കുമായിരുന്നു. എല്ലാവരും ഡ്യൂട്ടി എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, കരയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ. അങ്ങനെ ഇപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 പേര് ഈ വ്യക്തിക്കെതിരെ കംപ്ലയിൻ്റ് എഴുതി തരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കൂടെ ഞാൻ ആ കംപ്ലയിൻറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിങ്ങിന് എസ്കലേറ്റ് ചെയ്യുകയും ആ വ്യക്തിക്കെതിരെ അവർ ആക്ഷൻ എടുക്കുകയും ആ വ്യക്തിയെ മീറ്റിങ്ങിൽ വിളിക്കുകയും ചെയ്തു. എനിക്കും അവരുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ മാതാവിൻ്റെ ഉപ്പ് ആ റൂമിൽ മൊത്തം വിതറി. ആ വ്യക്തിയെ ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി അവരുടെ സ്വഭാവത്തിനുള്ള വ്യത്യാസങ്ങൾ, സ്റ്റാഫിന് അതിന് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ഈശോയുടെയും മാതാവിൻ്റെയും സഹായത്തോടെ എനിക്ക് സാധിച്ചു. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. ഇപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് അവിടെ ജോലിയെടുക്കാനും ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. അവരെല്ലാവരോടും മാപ്പ് ചോദിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. മാതാവിന് ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ റെൻ്റൽ വീട്ടിലാണ് താമസിക്കുന്നത്. മാതാവ് ഞങ്ങൾക്ക് 2 നിലയായിട്ടുള്ള ഒരു വീടും അതിനുള്ളിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും
എല്ലാ കണ്ടൻസും മാതാവ് തന്നെ മുൻപിൽ നിന്നാണ് ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തന്നത്. ഓസ്ട്രേലിയയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനും വളരെ പാടാണ് ആളുകളെ കിട്ടാനൊക്കെ. പക്ഷേ മാതാവ് തന്നെ മുൻകൈ എടുത്ത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വളരെ തുച്ഛമായ ചിലവിൽ തന്നെ ഞങ്ങൾക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി തന്നു. ഹോം ഓഫ് ഗ്രേസ് എന്നാണ് ഞങ്ങൾ വീടിന് പേര് നൽകിയിരിക്കുന്ന, മാതാവിനും ഈശോയ്ക്കുള്ള നന്ദി സൂചകമായിട്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയും കാറ് ലീക്കാവുകയും ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കാർ 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ മാതാവിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ഞങ്ങൾക്ക് വേറൊരു കാറ് വേണം, ഞങ്ങൾക്ക് പൈസയില്ലാന്ന്. പക്ഷേ മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റ് നമുക്ക് തരുമല്ലോ. അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. ഞങ്ങൾക്കത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയുമില്ല. സിൽവർ ഗ്രേ കളറാണ് ആ കാറിൻ്റെ. ഞങ്ങൾ ആ കാറിന് അവർ ലേഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതും മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. ആ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞങ്ങളെപ്പോഴും പട്ടീനെ പിന്നാലെ നടക്കുകയും പട്ടീനെ എപ്പോഴും നമ്മൾ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഞങ്ങൾ മടുത്തു ആ പട്ടിയെ കൊണ്ട്. 2 പിള്ളേരും പട്ടീനെ ഞങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ച് മേടിച്ചതല്ല. പിള്ളേർ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷേ ഈ പട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് ഹസ്ബൻഡ് പറഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, ഇവന് എപ്പോഴും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബാർക്കിംഗ് ആണ്, നമ്മൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും സങ്കടമായി. അവനൊരു ഫാമിലി മെമ്പറാണ്, നമ്മൾക്ക് അവനെ വിൽക്കാനായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ ഞാനത് നമുക്ക് മാതാവുണ്ടല്ലോ, മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആ കാര്യം സമർപ്പിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാനത് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് വേറൊരു ഡോഗിനെ, അതാണ് മാതാവിൻ്റെ സൊല്യൂഷനായിട്ട് എനിക്ക് കിട്ടിയത്, വേറൊരു ഡോഗിനെ മേടിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായി. ഞങ്ങൾക്ക് വലിയ പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആ ഡോഗ് വന്ന് 2 പേരും ഒരുമിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അവന് ഒരു അറ്റൻഷനും നമ്മൾ കൊടുക്കണ്ട, അവർ 2 പേരും കൂട്ടായിട്ട് നടക്കുന്നു. ഈ ഡോഗ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മുമ്പ് പരിചയമുള്ള പോലെയാണ് അവൻ ഞങ്ങളോട് പെരുമാറുന്നത്. പറഞ്ഞതെല്ലാം അനുസരിക്കുകയും ഞങ്ങളോട് കൂട്ടായിട്ട്, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയ ഒരു ഡോഗ് പോലെ. അതാണ് പറയുന്നത്, മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പം ഞങ്ങൾക്കത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഹസ്ബൻഡ് കൂടെ ഉടമ്പടി എടുത്തതാണ്. ഹസ്ബൻഡിന് ഒരു ജോബ് ഇൻ്റർവ്യൂ 2-3 തവണ ഹസ്ബൻഡ് ജോബ് ഇൻ്റർവ്യൂവിൽ ഫെയിലായി. പുള്ളിക്ക് ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ കുറച്ച് പ്രാവീണ്യം കുറവായതുകൊണ്ട് പുള്ളിക്ക് ഇൻ്റർവ്യൂസ് പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു ജോലി ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം പുള്ളിക്ക് ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകുന്നില്ല. അപ്പോൾ മാതാവ് തന്നെ അതിനൊരു അവസരം ഒരുക്കുകയും പുള്ളിക്ക് ആദ്യം കാഷ്വലായിട്ട് ടെമ്പററി ആയിട്ട് ഒരു ജോലിയിലേക്ക് മാതാവ് വളരെ വ്യക്തമായിട്ട് പുള്ളീനെ കയറ്റുകയും ആ പൊസിഷനിൽ തന്നെ പെർമനൻ്റ് ആക്കുകയും ചെയ്തു. അത് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് ആ ജോലി കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് വീടുകളുണ്ടായിരുന്നു, അത് വിറ്റ് പോകാനുള്ള പ്രയാസമായിരുന്നു. ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് 2 വീടുകളും വിറ്റുപോയി. എല്ലാം ഇപ്പോൾ ഭംഗിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ 2019 തൊട്ട് തന്നെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്ത് ആവേ മരിയ ചർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദിവ്യകാരുണ്യ പ്രദർശനം എന്നുള്ള ഹസ്ബൻഡിന് കൂടാനായിട്ട് ഒരവസരം ലഭിച്ചു. 10,000-3000 ആളുകൾ ഇപ്സ്വിച്ചിൽ താമസിക്കുന്നുണ്ട്. അതിൽ 12 പേരാണ് അതൊരു വാഹനത്തിലാണ് പ്രദർശനം പോയത്. അതിലൊരാളായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ആ പള്ളിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളുടെ ഹസ്ബൻഡ് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ ആവേ മരിയയുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മരിയം വാലി എന്നൊരു ഓസ്ട്രേലിയയിലൊരു സ്ഥലമാണ്. ഇവിടെ ഒക്ടോബറിൽ കൊന്തറാലി നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കൊന്തറാലി നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ കൊന്തറാലിക്ക് വരാനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊന്തറാലി ഇവിടെ നിന്ന് ഞങ്ങൾ അർത്തുങ്കൽ വരെ ഞങ്ങൾ ഫാമിലിയായിട്ട് 3 മണിക്കൂർ കൊന്തറാലി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ഞങ്ങൾ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും 2 പ്രാവശ്യം, ഞാനും ഹസ്ബൻഡും എൻ്റെ കൊച്ചും 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് ഇപ്പോൾ പൂർത്തിയാക്കി. ഞങ്ങൾ എല്ലാവരും 3-ാമത്തെ പ്രാവശ്യമാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കും. അതുപോലെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും എല്ലാ ദിവസവും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അധികം പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കയറ്റും, പനി അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. എല്ലാവരും ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുന്നു. അതുപോലെ
ഒരു വചനം പറയാനായിട്ട് ഞാൻ മറന്നുപോയി. എൻ്റെ ഇംഗ്ലീഷുകാരിയായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ ഭർത്താവിലൂടെ എനിക്ക് ഒരു പ്രത്യേക ഒരു സപ്പോർട്ട് തന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു, നമ്മൾ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. നിൻ്റെ ജോലി പോയാലും നീതിക്ക് വേണ്ടി നിലകൊണ്ട് ആ വാർഡിലെ എല്ലാ സ്റ്റാഫുമാരെയും നീ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ബൈബിൾ തുറന്നുമ്പോൾ കിട്ടിയ വചനമാണ്, എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലീയ ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന വചനമാണ്. ഈ വചനം ഞാൻ എല്ലാ ദിവസവും ഉരുവിടുമായിരുന്നു ഞാൻ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പിന്നെ അമലോത്ഭ മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് കൂടുതലും അഭിഷേകം ഉണ്ടായിട്ടുള്ളത് ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണ്. ഉടമ്പടി ധ്യാനം ഞങ്ങൾ മുടക്കാറില്ല, ഒറ്റ ധ്യാനം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല. സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ കൂടാറുണ്ട്, ജപമാലകൾ കൂടുതൽ ചെല്ലാറുണ്ട്. അമ്മയ്ക്കും തിരുകുമാരനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിന് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 32, 6, 7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിനൊടുങ്ങിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. രേഷ്മ ഫ്രാൻസിസ് എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, 2 മക്കൾ, കുടുംബം ഒരുമിച്ച് വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച ഏതാണ്ട് 11 അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എത്ര കണ്ട് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ഈ കുടുംബം ജീവിക്കുന്നുവെന്ന്. ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും അമ്മ മാതാവിൻ്റെ തൃക്കരങ്ങളിൽ എത്ര വിനയത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഓരോ നിയോഗത്തെയും സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുന്നവർ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഈ ആലയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാല മാസത്തിൽ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കുചേരുന്നതിന്. അന്ന് വരെ സാധിച്ചു കിട്ടാത്ത എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്, സാധിച്ചു കിട്ടിയ നിയോഗങ്ങൾക്ക് നന്ദി പറയുന്നതിന്, ഏറ്റവും ത്യാഗത്തോടു കൂടിയുള്ള ഏതാണ്ടൊരു 14 കിലോമീറ്ററോളം ദൂരമുള്ള ഈ കൃപാസനം ആലയത്തിൽ നിന്നും അർത്തിങ്കൽ ദേവാലയ ബസിലിക്ക വരെയുള്ള ആ റാലിയിൽ ഈ കുടുംബം എത്ര സുന്ദരമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുക. ആ സമയത്ത് ഞങ്ങൾക്കിവിടെ വരുവാൻ സാധിച്ചില്ലെങ്കിലും ഇന്നലെ ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ഇവിടെ കൃപാസനത്തിൽ നിന്നും അർത്തിങ്കൽ വരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോടുള്ള ആ നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ തീർത്ഥാടനം നടത്തിയെന്ന്. കുടുംബത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധേയമായിരുന്നു. ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു. ഒരു മാനേജർ പോസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ആ ദേശത്തുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കുറച്ച് പ്രയാസങ്ങൾ, അതിലൂടെ സഹപ്രവർത്തകർക്ക് സഹകരിച്ച് പോകുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായ നാളുകളിൽ ആരും ഒരു ആക്ഷനും എടുക്കാതെ ഇങ്ങനെ 2 വർഷത്തോളമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 3 ആഴ്ച 4 ആഴ്ചത്തേക്ക് കിട്ടിയ ഒരു താൽക്കാലിക നിയമനത്തിൽ സഹോദരി ആയിരുന്ന കാലയളവിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും വിധം പരാതികൾ സ്വീകരിക്കുകയും പരാതികൾ ഫോർവേഡ് ചെയ്യുകയും അത് ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ തെറ്റെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഔദാര്യത്തോടുകൂടി മറ്റുള്ളവരുടെ ഇടപഴകി ആ വ്യക്തി മാറുവാൻ പറ്റുന്ന വിധത്തിൽ ആ വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവം അമ്മ മാതാവ് മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യം വളരെ കാര്യമായിട്ട് മകൾ പങ്കുവച്ചു. ജോലി പോലും പോകുമെന്ന ഒരു അപകടാവസ്ഥയിലാണ് ധൈര്യത്തോടുകൂടി നീതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മകൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ആർക്കും പേറലേൽക്കാതെ നന്മ മാത്രം എല്ലാവർക്കും വരുത്തിക്കൊണ്ട് പരിണമിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നത്. വീട്ടിലുണ്ടായ ഒരു നായ്ക്കുട്ടിയുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ വിൽക്കുവാൻ മനസ്സില്ലാതെ പ്രാർത്ഥനയിൽ നിയോഗം വെക്കുമ്പോൾ അതിന് പറ്റുന്നൊരു ചേർന്ന ഇണയെ കൊടുത്തുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറി കുടുംബത്തിന്
വലിയൊരു ഭാരമായി കൊണ്ടു നടന്നത് ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറിയത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലിക്ക് വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താൽക്കാലികമായി കിട്ടിയ ജോലി സ്ഥിര നിയമനമായി മാറുന്നതും കുടുംബം അതിൽ സുരക്ഷിതമായി മുന്നേറുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലുള്ള സ്ഥിരതയും പുരോഗതിയുമാണ് വിശുദ്ധ ഗ്രന്ഥം ഈ 3 പേരും, ആ ദമ്പതികളും മൂത്ത മകനും 3 പേരും 2 തവണ വീതം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തീർക്കുവാൻ സാധിച്ചുവെന്നത് ചെറിയൊരു കാര്യമല്ല. അത് ക്ഷമയും സ്ഥിരതയും ദൈവാശ്രയത്വത്തോടു കൂടിയുള്ള ദൈവവചന പാരായണം കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അത് നല്ലൊരു ആത്മീയതയുടെ അരമണിക്കൂർ വചനം വായിക്കണം എന്ന് അച്ഛൻ നമ്മളോട് നിർദ്ദേശിച്ചത് കൊണ്ട് വായിക്കുന്നതല്ല, മറിച്ച് ഈ വചനം ഇത് നമുക്ക് കരുത്ത് പകരുന്നതാണ്, ജീവിതത്തിന് വഴിതെളിക്കുന്നതാണ്, സങ്കടങ്ങളെ മാറ്റിത്തരുന്നതാണ്, നമ്മുടെ രോഗാവസ്ഥകൾക്ക് സൗഖ്യം പകരുന്നതാണ് എന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി അത് വായിക്കുമ്പോഴാണ് തുടർച്ചയായി മണിക്കൂറുകൾ അതിൽ വായിച്ച് അത് മുന്നേറുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, സുഗന്ധാഭിഷേകം ലഭിക്കാറുണ്ട്, പ്രാർത്ഥന തീഷ്ണമായി ചെയ്യുവാൻ സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞു 2 പേരുടെയും നാട്ടിലുള്ള വസ്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. ആദ്യമൊന്നും അത് നടക്കാതിരുന്നപ്പോൾ ഇവിടെ 2 ഇടങ്ങളിലും ഉപ്പ് വിതറി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 വസ്തുക്കളും വിറ്റുപോകുവാൻ സാധിച്ചതിനെക്കുറിച്ച്, വിദേശത്ത് അതുപോലെ തന്നെ ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ സ്വന്തമായി വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ വലിയ പണമുടക്കില്ലാതെ തന്നെ സുന്ദരമായൊരു ഭവനം സ്വന്തമാക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച്, കാറ് ചോർന്നൊലിക്കുന്ന അവസരത്തിൽ മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അമ്മ മാതാവ് ഏറ്റവും നല്ലൊരു കാറ് മെഴ്സിഡസ് ബെൻസ് കുടുംബത്തിന് നൽകി സഹായിച്ച അനുഗ്രഹത്തെ ഇങ്ങനെ നമ്മൾ അടുക്കി എടുക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി അമ്മ മാതാവ് കൂടെ നടന്ന് ഓരോരോ കാര്യങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നതൊക്കെയും നിവർത്തിതമാക്കി കൊടുക്കുന്ന വലിയൊരു സന്തോഷാനുഭവമാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധമ്മയുമായിട്ട് ഇവർക്കുണ്ടെന്ന് അവരുടെ വാക്കുകളിൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3000-ഓളം പേരുള്ളൊരു ഇടവകയിൽ നിന്ന് 12 പേരുടെ ജപമാല പ്രദക്ഷിണത്തിൽ ഈ കുടുംബത്തിലെ നാഥനെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ഭാഗ്യത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്കതൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവിക സംരക്ഷണയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ചേർത്ത് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി തയ്യാറാവുക എന്നത് തന്നെയാണ്. നമ്മൾ വിനയപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും അമ്മ മാതാവിൻ്റെ തിരുഹിതമനുസരിച്ച് ജീവിതത്തെ ഒന്ന് മുന്നോട്ട് നയിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് സന്തോഷവും സുസ്ഥിതിയും നൽകിക്കൊണ്ട് അമ്മ മാതാവ് തിരുക്കുമാരിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും നിവർത്തിച്ചു തരും. നമുക്കതെപ്പോഴും അനുഗ്രഹമായിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ ഈ അനുഗ്രഹങ്ങളെ കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദിയായി സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്മിത മാർട്ടിൻ. ഇതെൻ്റെ മക്കൾ അനറ്റ്, ആഞ്ചലിൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 28-ാം തീയതിയാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഇളയ മകൾ ആഞ്ചലിന് അവൾക്ക് മൂക്കിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. അവൾ എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചീറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ ഭയങ്കര ഒരു പ്രഷർ വരുന്ന രീതിയിലായിരുന്നു ചീറ്റിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വരെ ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾക്കത് തോന്നണതാണെന്ന് പറയും. അപ്പം ഞങ്ങൾ അവളോട് പറഞ്ഞു, മോൾക്ക് തോന്നണതാണ്, മോൾ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ചീറ്റുമ്പോൾ ചെവിയിലേക്ക് വരെ പ്രഷർ വന്ന് അത് ചെവീനെ വരെ ബാധിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം അതായിരുന്നു, എൻ്റെ മോളുടെ ഈ അസുഖം ഒന്ന് മാറ്റി തരണമെന്ന്. അപ്പോൾ അതിൽ ഒരു 4 വർഷത്തോളം ആയി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ ആ അസുഖം മാറിക്കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മകൾ അനറ്റ് ഇതുപോലെ +2 നല്ല മാർക്കോടുകൂടി വിജയിച്ചു.
പിന്നെ തുടർന്ന് അങ്ങോട്ട് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആൾ നന്നായിട്ട് പഠിക്കും. അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്ത് ഓസ്ട്രേലിയയിൽ വിട്ട് നഴ്സിംഗ് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞങ്ങളോട് പറയും, ആ കൊച്ച് നല്ലോണം പഠിക്കണതല്ലേ, എന്തിനാണ് ആ കൊച്ചിന് നഴ്സിങ്ങിന് പുറത്ത് വിട്ട് പഠിപ്പിക്കണേ, ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവൾക്കും പുറത്തു പോയി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമായിരുന്നു. ഞാനിപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്നു. മാതാവിനോട് പ്രത്യേകം അപേക്ഷിച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോവാം നോക്കാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് IELTS എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കണ കാരണം തന്നെ IELTS എഴുതാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ IELTS എഴുതി. അപ്പോൾ ഓവറോള് 7.5 ഉണ്ടായി. പക്ഷേ ഓസ്ട്രേലിയയിൽ നഴ്സിങ്ങിന് പോകണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ അവൾക്ക് ഒരു മൊഡ്യൂളിന് മാത്രം 6.5 ആയി. അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ അവൾക്ക് അത് കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. അപ്പോൾ അവളോട് പറഞ്ഞു, കുഴപ്പമില്ല, ഒരെണ്ണത്തിൽ മാത്രമേ പോയുള്ളൂ, അപ്പോൾ അടുത്ത പ്രാവശ്യം നിനക്ക് എന്തായാലും കിട്ടും, നീ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമതും ഒന്നും കൂടി IELTS എഴുതി. അപ്പോഴും അവൾക്ക് അന്ന് വേറൊരു മൊഡ്യൂളിന് 6.5 ആയി. ഓവറോൾ 8% മാർക്കും കിട്ടി. അപ്പോഴും ഞങ്ങൾക്ക് ആകെ ഭയങ്കര വിഷമമായി. 2 പ്രാവശ്യം എഴുതിയിട്ടും എന്താണാവോ ഇനിയിപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റിയാവോ എന്നായി ഒരു സംശയം. എന്നിട്ട് പിന്നെയും ഞാൻ അന്ന് നമുക്ക് ജോസഫ് അച്ഛനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാം, അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം എന്ന് വിചാരിച്ച് ഞാൻ മോളെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോള് ഉടമ്പടി എടുത്താൽ മാത്രം അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, അന്ന് മോള് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. മമ്മി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കണൊക്കെ മേടിച്ച് ഇവള് ഉടമ്പടി ക്ലാസ്സിന് പോയി. അപ്പം ഞാൻ അവിടെ അച്ഛനെ കാണുന്നിടത്ത് മോള് ഉടമ്പടി എടുക്കാൻ പോയിട്ടുണ്ട്, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അത് കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ 2 പ്രാവശ്യം IELTS എഴുതി, അതിൽ 2 പ്രാവശ്യവും ഫെയിലായി. അപ്പോൾ ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് IELTSനെ കൂടാതെ PT എന്ന് പറഞ്ഞ ഒരു എക്സാമും കൂടി ഉണ്ട്, അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അത് എഴുതാൻ മതിയോ അതോ IELTSനെ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛനോടൊരു തീരുമാനം ചോദിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള കേസിനൊന്നും അച്ഛനെ കാണാൻ പറ്റില്ല, നിങ്ങൾ ഏതാണ് എക്സാം നിങ്ങൾ എഴുതാനെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്നാൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോള് ഉടമ്പടിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് പറഞ്ഞേ. അപ്പോൾ മോള് തന്നെ തീരുമാനിച്ചോ, മോൾക്ക് IELTS എഴുതണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിക്കോ, കുഴപ്പമില്ല, അതല്ല ഇനി മടുത്തു PT എഴുതിയാൽ മതിയെങ്കിൽ അത് എഴുതിക്കോ, എന്താണെന്ന് വിചാരിച്ചാൽ മോള് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി, കാരണം ഓരോ എക്സാം എഴുതുമ്പോഴും ഒരുപാട് പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവൾ കാരണം ഇനിയും പൈസ നഷ്ടമാവുമെന്ന് കരുതിക്കൊണ്ട് അവൾക്കൊരു പേടി. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല മമ്മി എന്താ പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല, പൈസ മോള് നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്നാലും ഒരു തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര മടി. അപ്പോൾ ആ സമയത്ത് അവൾ മാതാവിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാതാവിൻ്റെ പ്രദർശനം വെച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഇപ്പം മാതാവിന് എന്താണോ താല്പര്യം, ഞങ്ങൾ IELTS എഴുതാനാണ് മാതാവിന് താല്പര്യമെങ്കിൽ മാതാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് മമ്മി വിചാരിച്ചത് മാതാവിനെ കിട്ടുകയാണെങ്കിൽ എഴുതാമെന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും അങ്ങനെ വിചാരിച്ചു, നമുക്ക് ഇനിയും IELTS എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിനെ പിടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PT എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ന് അങ്ങനെയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഞാനിവിടെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ഓരോ ഗ്രൂപ്പിലും ഒരു 10-25 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 25 പേരിൽ നിന്ന് ഒരു നറുക്കിട്ടുള്ള ഒരു മാതാവിനെ കിട്ടാമെന്ന് പറയണത് അത് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാനതിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് മാതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാക്ഷിയായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊരു ധൈര്യം പകർന്ന് തരുന്നത് പോലെ ഞാൻ തോന്നി. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് മാതാവിനെ അവളുടെ കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തുകൊണ്ട് ഞാനിവിടെ തന്നെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഈ IELTS എന്തായാലും ജയിച്ചു, ഇനിയിപ്പോൾ പരീക്ഷ എഴുതേ വേണ്ട, എന്നാൽ തന്നെ ഞങ്ങൾ ജയിച്ചു എന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ഇവിടെ നിന്ന് തന്നെ IELTS ഡേറ്റ് എടുക്കാൻ നോക്കി. വേഗം ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് വരുന്നത് ഒരു 7 എന്ന് പറയുന്ന ഡേറ്റും 14 അങ്ങനെ 2 ഡേറ്റുകളാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി 7 ഡിസംബർ 7 എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പം നമുക്ക് 7 തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ 7 ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്കമാലിയിലാണ് ഞങ്ങളുടെ വീട്, അപ്പോൾ അങ്കമാലിയിൽ അതിന് എഴുതാൻ സൗകര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് പോയി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയോട് വിളിച്ച് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു കുഴപ്പമില്ല, എറണാകുളത്ത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7-ാം തീയതി ഡേറ്റ് എടുത്തു. പിറ്റേ ദിവസം തന്നെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പോയി 7-ാം തീയതി പരീക്ഷ എഴുതി. പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു മമ്മിയെ ഈ 2 എക്സാം എഴുതിയേക്കണാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, ഞാൻ ഒന്നിലും ജയിക്കുമെന്ന് തോന്നണില്ല, എല്ലാ എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു കുലുക്കവും തോന്നിയില്ല, കാരണം നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയല്ല കേൾക്കണത്. ഏറ്റവും ബുദ്ധിമുട്ടായ എക്സാമിന് മാതാവ് ജയിപ്പിച്ചു എന്നല്ല കേൾക്കണത്. അപ്പം ഞാനിവൾക്ക് ധൈര്യം പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ടടി, ഇത്രയും വലിയ സാക്ഷ്യം മാതാവ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നീ ഒരിക്കലും തോൽക്കില്ല, നീ എന്തായാലും ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ എഴുതിയ IELTS റിസൾട്ട് വന്നു. അപ്പോൾ അവൾക്ക് അതുപോലെ തന്നെ അവൾ വിചാരിച്ചിരിക്കാത്ത ഒരു വിഷയത്തിന് 0.5 മാർക്കിന് അവൾ പിന്നെയും ഫെയിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി, കാരണം ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് അതും ഫെയിലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഇനി മാതാവിന് ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും തീരുമാനം, നമ്മളുടെ തീരുമാനം തെറ്റായിപ്പോയോ, ഇനി വേറെ എന്തെങ്കിലും പഠിക്കാൻ നമ്മളെ വഴിതിരിച്ച് ഞാൻ അങ്ങനെയും കൂടി നിയോഗത്തിൽ വെച്ചേർന്നു. ഇനിയിപ്പോൾ നഴ്സിങ്ങിന് പോണതല്ല വേറെ ഏതെങ്കിലും ആണ് അവളുടെ ഭാവി എന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ വേറൊരു വഴിക്ക് വിടണതാണാവോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായി. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇനി കുഴപ്പമില്ല, നമുക്ക് PTയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏജൻസിയിൽ പോയി. പിറ്റേ ദിവസം തന്നെ PTയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ അവിടുത്തെ 2 ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, മോള് 3 പ്രാവശ്യവും നല്ല സ്കോറുണ്ട് അവൾക്ക്, പക്ഷേ ഒരു മൊഡ്യൂളിന് മാത്രമല്ല ഇങ്ങനെ 0.5 പോകുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക്, റിവാലുവേഷന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ റിവാലുവേഷന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അത് ഞങ്ങൾ പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതിനും നല്ലൊരു എമൗണ്ട് ആവും, ഏകദേശം ഈ IELTS എഴുതുന്ന അത്രയും തന്നെ ഫീ തന്നെ റിവാലുവേഷന് കൊടുക്കുകയാണെങ്കിലും വേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം നിങ്ങളുടെ സ്കോർ കൂടി കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. അതല്ല നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് പോവും, പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ PTA എഴുതിയാൽ മതിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിച്ചു, ഇവരിങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ആ പൈസ പോയാലും കുഴപ്പമില്ല, നീ ഇപ്പം തന്നെ റിവാലുവേഷന് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ, നമുക്ക് മാതാവ് അത്രയും സാക്ഷ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നതാണ്, അപ്പം അവൾ എന്തായാലും ജയിക്കും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവൾ എന്തായാലും ജയിച്ചിരിക്കും, നീ പൈസ ഒന്നും നോക്കണ്ട, റിവാലുവേഷന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിവാലുവേഷന് കൊടുത്തു. അതിനുശേഷം PTയുടെ ക്ലാസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് റിവാലുവേഷന് കൊടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾ പാസ്സായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷമായി. മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾക്ക് സാധിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടുപോകും, അതുപോലെ തന്നെ ഉപ്പ് ഒരു പൊതിയിൽ പൊതിഞ്ഞ് അവൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി എക്സാം കഴിയുമ്പോൾ അവൾ ആ പേപ്പറുമൊക്കെ ഉപ്പും കൊണ്ട് ഒരു കുരിശ് വരച്ചും കൊണ്ടൊക്കെയാണ് അവൾ എക്സാം എഴുതിയത്. അപ്പോൾ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് IELTSന് നല്ല സ്കോറോടുകൂടി തന്നെ വിജയിക്കാനും അതുപോലെ തന്നെ വിസ വരാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒക്കെ ചെറിയ ബാങ്കിലെ ലോണിനും ഒക്കെ ചെറിയ തടസ്സങ്ങളുണ്ടായി. പക്ഷേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷം വരെ ഡിസംബർ 22-ാം തീയതി ഇവരുടെ ഓസ്ട്രേലിയയുടെ വെക്കേഷൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ 22-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് വരെ ഞങ്ങളുടെ വിസ വന്നില്ല.
പിന്നെ ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ അവർ ഓരോ പേപ്പറുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് 23-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു ദിവസം കൂടി അവരുടെ ഹോളിഡേയ്സ് 24-ാം തീയതി തുടങ്ങുള്ളൂ, 23-ാം തീയതി ഒരു ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഞാനും മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇന്ന് ഒരു ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും പെൻഡിങ് ആവും, ഓരോന്നിനും സമയം പിടിക്കും. അപ്പോൾ ജനുവരി 27-ാം തീയതി അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ് തുടങ്ങും, അതിന് മുന്നേ പോവുകയും വേണം. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 23-ാം തീയതി ഓട്ടോഗ്രാൻഡായിട്ട് വിസ വെച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ മാതാവ് ഞങ്ങൾക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവളുടെ ഒരു ഫ്രണ്ടും ഇവളുടെ ഒപ്പം ഇവളുടെ സ്കൂളിൽ പഠിച്ചതാണ്, ഇവർ രണ്ടുപേരും കൂടിയാണ് പോകാനായിട്ട് ഒരുമിച്ച് ഇതിന് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത്. അവർക്ക് നേരത്തെ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ പോണ ആ ദിവസം തന്നെ ഒരു കൂട്ടായിട്ട് അവളുടെ കൂടെ പോകാൻ പറ്റണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിസ കിട്ടി അപ്പം തന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് തന്നെ അവളുടെ ഒപ്പം തന്നെ പോകാനും അവൾ അക്കോമഡേഷൻ എടുത്ത ആ ഹോസ്റ്റലിൽ തന്നെ ഇവൾക്ക് അക്കോമഡേഷൻ കിട്ടാനും എല്ലാം അമ്മ വഴി സാധിച്ചു. അപ്പോൾ ഈ ജനുവരി 23-ാം തീയതി രാത്രി ഇവൾ പോവും. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ച മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനും ഭർത്താവും കൂടി ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്കൊരു പാലിൻ്റെ ബിസിനസ്സാണ്, PDDP എന്ന് പറഞ്ഞൊരു പാലിൻ്റെ ബിസിനസ്സാണ്. അതിൽ ഈ എക്സ്പെൻസ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പല സമയത്തും ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിട്ട് ഒരു തരത്തിലും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ വന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേർന്നു, ബിസിനസ് തടസ്സങ്ങളൊന്നും കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുകയും ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും സാധിക്കുന്നു. എൻ്റെ മൂത്ത മകൾ ഇതുപോലെ തന്നെ +2-ന് നല്ല മാർക്ക് കിട്ടാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചേർന്നു. അവൾക്ക് നല്ല മാർക്ക് കിട്ടി, ഡിഗ്രിക്കും നല്ല മാർക്ക് കിട്ടി. ഡിഗ്രി കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു കമ്പനിയിൽ, ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത് അവളും സന്തോഷമായിട്ടിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും ഉടമ്പടി എടുത്തത് എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ആ പ്രാർത്ഥിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോവും, അങ്ങനെ ഒരു രീതിയായിരുന്നു. പക്ഷെ എനിക്കത് കുറച്ചും കൂടി ആത്മീയമായിട്ട് വളരണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ കൃപാസനത്തിൽ വരാനും എൻ്റെ ഒരു ആഗ്രഹവും അതിൽ ചില നിബന്ധനകളുണ്ട്. കുമ്പസാരം, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ ബൈബിൾ വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യണം എന്നുള്ളൊരു നിബന്ധനകളുള്ളത് കൊണ്ട് ഞാൻ കൂടുതലുമായിട്ടും ആത്മീയമായിട്ട് കുറച്ചും കൂടി ഒന്ന് അടുത്ത് ദൈവവുമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. എന്നോട് ദേഷ്യമുള്ളവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാം പരിശുദ്ധ അമ്മ തന്ന ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി. പിന്നെ പത്രം ഞാനിവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയാൽ കൂടുതലും അടുത്തൊന്നും കൊടുക്കാതെ അകലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അനാഥാലയങ്ങളിലേക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. അവരോട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങളാണ് ദൈവം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. 101-ാം സങ്കീർത്തനം 6-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും, നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. സ്മിത മാർട്ടിനും മക്കളും തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യാനുഭവങ്ങൾ, തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ച, അതുപോലെ 4 വർഷമായിട്ട് ഒരു മകൾക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ അത് സൗഖ്യപ്പെടുന്നതും, അതുപോലെ തൻ്റെ മകളുടെ IELTS കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യവും എങ്ങനെയാണ്
ഓരോ മോഡ്യൂളിന്, അതും എത്ര പോയിൻ്റൊക്കെ കുറഞ്ഞ് തങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോഴൊക്കെ എന്നാൽ ഇനി പ്രാർത്ഥനയൊക്കെ മതി, ഇത്രയുമൊക്കെ അടയാളങ്ങളുമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ, ഇതിങ്ങനെ ചിന്തിക്കുന്നത് സാധാരണമാണ്. അത് സാധാരണ, അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് കേവല വിശ്വാസമെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ അല്ല പിന്നീട് ഈ കുടുംബം പോവുക. എത്രയേറെ പ്രതിസന്ധികളൊക്കെ വന്നാലും അതിനുള്ളിൽ എങ്ങനെയാണ് ദൈവിക പദ്ധതി ഉണ്ടാവുക? ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞങ്ങൾ ഇനിയും പോകേണ്ട വഴികളിലൂടെ അല്ലേ പോയത്? ഇങ്ങനെയൊരു തിരിച്ചറിവിലേക്ക്, നമുക്ക് അറിവുണ്ട്, അത് തിരിച്ചറിവാകണം. തിരിച്ചറിവാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്മകൾ ഉണ്ടാവുക. അങ്ങനെ ആ ഒരു തിരിച്ചറിവിലേക്കൊക്കെ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഈ മക്കൾ സഞ്ചരിക്കുന്നത്, പിന്നീട് തൻ്റെ മകൾക്ക് എങ്ങനെ ഇതൊക്കെ ക്ലിയർ ആകാൻ പറ്റിയെന്നും, അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നുള്ള ആ ആഗ്രഹം ജനുവരി 23 ഈ മകൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇന്ന് തങ്ങളെ അലട്ടുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല. ഇതിലൂടെയൊക്കെ തങ്ങളെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തങ്ങളുടെ ബിസിനസ്സിൽ വന്ന മാറ്റങ്ങൾ, അതിലുണ്ടായ വളർച്ചകൾ, അതിനൊക്കെ നന്ദി പറഞ്ഞ് ഇന്ന് ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് തൻ്റെ ദൈവത്തോട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ തനിക്ക് കഴിഞ്ഞത്. ഇത്രയും നാളും പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതൊരു ഉഭയകക്ഷി ബന്ധമാണ്, ദൈവവും നാമും തമ്മിലുള്ള. അപ്പോൾ ഈ ബന്ധത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട്, ദൈവം ഒരു കക്ഷി, പിന്നീട് ഞാൻ ഒരു കക്ഷി, ഉടമ്പടി എടുക്കുന്ന ഞാൻ. ഈ ദൈവവും ഞാനും തമ്മിലുള്ള ഈ ബന്ധമാണ് പിന്നീട് നമ്മെ നിത്യജീവിതത്തിന് അർഹരാക്കുന്നത്. അതിലാണ് നമ്മുടെ ആത്മീയ ജീവിതം വളർച്ച പ്രാപിക്കുക. ആ ഒരു തീഷ്ണത ഇന്ന് ഈ കുടുംബത്തെ തീർച്ചയായും ഈ കുടുംബത്തിലുണ്ട് എന്നുള്ളത് ഇവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെയായി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഇവർക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും ഇവർ ഉപയോഗിച്ചു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. ഞാൻ കർണാടക മാംഗ്ലൂരിൽ നിന്നും വരുന്നു. എൻ്റെ പേര് എലിസബത്ത് വർഗീസ്. ഞാൻ 2022 സെപ്റ്റംബർ 17 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണം എൻ്റെ മകളുടെ പഠിത്തത്തിൽ വന്ന തടസ്സങ്ങൾ. ഞാൻ യൂട്യൂബിൽ കൂടാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഡയറക്റ്റ് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയുവാൻ സാധിച്ചത്. അതിന് ദൈവകൃപയ്ക്ക് നന്ദി. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എൻ്റെ മകൾ തന്നെ സാക്ഷ്യം പറയും. എൻ്റെ പേര് ശാലിനി വർഗീസ്. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ് തോമസ്. ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഈ വർഷം 2 മാർച്ചിന് അവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു 1.5 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്ത് കോഡ് ബൈക്ക് എന്ന് പറയുന്ന ഇതിന് പോയി. അവിടെ കോഡ് ബൈക്കിൽ സ്പീഡ് കൂടുതൽ, എൻ്റെ ഹസ്ബൻഡായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ പുറകിലിരിക്കുകയായിരുന്നു. കോഡ് ബൈക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് കോഡ് ബൈക്ക് മറിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് തെറിച്ച് പോയി, കുഴപ്പമില്ലായിരുന്നു, പുള്ളിക്കാരൻ അപ്പം തന്നെ എണ്ണിച്ചു. പക്ഷേ അതേ സമയത്ത് ഞാൻ കോഡ് ബൈക്കിൻ്റെ നേരെ താഴെയായിരുന്നു, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ചുറ്റിനുള്ള ആൾക്കാർ വന്ന് എന്നെ വിളിക്കാൻ നോക്കിയിട്ടൊന്നും ഞാൻ ഉണർന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം ഒരു മിനിറ്റോളം ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയോ എണ്ണിച്ചിട്ട് ചുറ്റിനുള്ളവർ പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ അവർ പറഞ്ഞു അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റൽ ക്ലോസ് ആയി കിടക്കുക. പിന്നെ ഹസ്ബൻഡ് വിചാരിച്ചു ഒക്കെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാം. വീട്ടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ നേഴ്സിൻ്റെ ടോക്കൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ അൺകോൺഷ്യസ് ആയിരുന്നു എന്ന്. പറഞ്ഞതുമല്ല, അവരെന്നെ ഉടനെ അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ബോഡി സ്കാനും ഫുൾ ബോഡി സ്കാന്, CT സ്കാന്, അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഒക്കെ ഉണ്ട്. അന്നേരം സ്പൈനൽ കോഡിൽ ഒരു ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു.
പക്ഷേ ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു എൻ്റെ 2 ലങ്സിലും ഭയങ്കര വലിയൊരു നോഡുണ്ട്. 2 സെപ്പറേറ്റ് നോഡ്സ് ഉണ്ട്. അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, പക്ഷേ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അത് ക്യാൻസറാണ്. അങ്ങനെ കണ്ടിട്ട് കാണുന്നത് എത്രയും വേഗം ഞങ്ങൾ ഫർദർ ഡയഗ്നോസിസ് ചെയ്തേ പറ്റത്തുള്ളൂ, ബയോപ്സി ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു. അന്നേരം അവർ ഫർദർ ടെസ്റ്റിന് വേണ്ടി എന്നെ വിട്ടു. ആ സമയത്താണ് മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഈ കാര്യം ഉടമ്പടിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചിട്ട് മമ്മി എൻ്റെ ബോഡിയാണെന്ന് വിചാരിച്ച് ഓയിലും സോൾട്ടും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബയോപ്സിയുടെ ഡേറ്റായി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക. അവർ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ വന്നു. എന്നിട്ട് ഡോക്ടർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ സ്കാൻ ചെയ്യണം ബോഡിയിൽ എവിടെ അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്ന്, ബയോപ്സി എടുക്കേണ്ടതെന്ന് അറിയാം. സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അവിടെ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും കാണുന്നില്ല, ആകെ ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ ലങ്ങിനകത്ത്, അതുകൊണ്ട് ബയോപ്സിയുടെ കാരണം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് എന്നെ ബയോപ്സി പോലും ചെയ്യാതെ അവരെന്നെ തിയേറ്ററിൽ നിന്ന് വിട്ടു. ഇതെല്ലാം മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മദർ മേരി ജീസസും കൂടെ ഞങ്ങളെ സഹായിച്ചതാണ് ഇത്. അതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം സാധാരണ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിന് പോകുമ്പോൾ ആ പുള്ളിക്കാരന് അടുത്തിരിക്കുമ്പോഴത്തേന് ടെസ്റ്റ് ആൾ ഇരിക്കുമ്പോഴത്തേന് ഞാൻ എന്തോ ചെറിയ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കും. ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ വന്നാൽ ഞാൻ ഓടിക്കത്തില്ല, എന്തോ സ്റ്റണ്ടായി അവിടെ അങ്ങ് നിൽക്കും. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഫെയിലായി. അന്നേരം മമ്മി ഇതറിഞ്ഞ് മമ്മി കൃപാസനത്തിൽ വന്ന് അത് പിന്നെയും ഉടമ്പടിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അതിന് തൈലവും സോൾട്ടും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ 3ാമത്തെ അറ്റംപ്റ്റിന് പോയി. 3ാമത്തെ അറ്റംപ്റ്റിനകത്ത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ വന്നപ്പോൾ അവിടെ ആക്ച്വലി ഒരു ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ. ഞാൻ ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് വണ്ടി എടുത്തു. പക്ഷേ ആക്ച്വലി അവിടെ നമ്മൾ നിർത്തണം, റോഡ് ക്രോസ് ചെയ്ത് ഗ്രീൻ സിഗ്നൽ ആയാലും റോഡ് ക്രോസ് ചെയ്തിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അയാൾ ഇൻസ്ട്രക്ടർ അന്നേരം ഡയറക്റ്റ് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അയാൾ എഴുതി തരും, ഫെയിലായി പൊക്കോളൂ എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ ഒന്നും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു ഓടിച്ച് കഴിഞ്ഞിട്ട് ഫുൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചെല്ലാം ഫുൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് പാസ് എന്ന് പറഞ്ഞ് എഴുതി തന്നു. ഇതെല്ലാം ദൈവം മമ്മി കൃപാസനത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടിയുടെ ബലം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. 3ാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡ് വർഗീസ് തോമസ്, പുള്ളിക്കാരൻ കളർ ബ്ലൈൻഡാണ്. 2 വർഷം മുമ്പേ ഞങ്ങളിവിടെ വന്നപ്പോൾ റിന്യൂ ചെയ്യാനുള്ള സമയമായി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ. അന്നേരം റിന്യൂ ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ അപ്രൂവൽ വേണമല്ലോ. എന്നുവെച്ചാൽ ഞങ്ങൾ മാംഗ്ലൂരിലുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പേപ്പർ എടുക്കാനായിട്ട് പോയതാണ്. പക്ഷേ അവർ പറഞ്ഞു കളർ ബ്ലൈൻഡ്നെസ് കാരണം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആവുമെന്ന്. അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഡ്രൈവിംഗ് ലൈസൻസിന് കളർ ബ്ലൈൻഡ്നെസ്സിന് അത്രയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞൊരു പേപ്പറിൽ സൈൻ എല്ലാം ചെയ്തിട്ട് അത് ഞങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടി തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയി. തിരിച്ച് ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നത് ഈ പേപ്പറിനകത്ത് ആക്ച്വലി ഒരു സീലും കൂടെ വേണമായിരുന്നു ഡോക്ടറിൻ്റെ, അതില്ലെന്നുള്ളത്. അന്നേരം എൻ്റെ പപ്പ നാട്ടിൽ പോയിട്ട് സീല് പോയി മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് എഴുതി വന്നു നിങ്ങൾ ഡയറക്റ്റ് ഈ RTO ഓഫീസിൽ വന്നിട്ട് ആളുമായിട്ട് വന്നിട്ട് പേപ്പറും കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്, ഈ ഒരു കാരണത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം മമ്മി കൃപാസനത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് മമ്മി അതിനു വേണ്ടി പ്രാർത്ഥിച്ച് മമ്മി തന്നെ പറഞ്ഞു, മമ്മി തന്നെ RTO പോയിട്ട് ചോദിക്കാം അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം. മമ്മി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആളില്ലാതെ ഇവിടെ ലൈസൻസ് തരത്തില്ല. അന്നേരം മമ്മി കാശിരൂപവും ഉപ്പും കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് അവർ കുറേ വഴക്ക് പറഞ്ഞെങ്കിലും അകത്ത് കയറ്റി ആ ഇൻസ്ട്രക്ടറിൻ്റെ ആൾ കുറേ മമ്മിയുടെ അടുത്ത് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. പക്ഷേ മമ്മി ഇങ്ങനെ കാശി രൂപം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന്
അവസാനം ആ ആൾ സൈൻ ഇട്ട് തന്നു. അന്നേരം മദർ മേരിയും ജീസസും കൂടെ ആ പുള്ളിക്കാരൻ്റെ മനസ്സ് മാറ്റിയെടുത്ത് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടി. ഇതാണ് 3 സാക്ഷ്യം. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്ന ഉപ്പും തേനും അവർക്ക് കാശ് രൂപമൊക്കെ ഞാൻ മേടിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട്. അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും. അവരുടെ നമ്പർ മേടിച്ച് വെറുതെ പോയി കാണുകയല്ല, ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന ധനസഹായം ചെറിയ എമൗണ്ടാന്നേലും വലിയ എമൗണ്ടാന്നേലും ഞങ്ങൾ അവർക്ക് കൊടുക്കും. അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പലരും ഇവിടെ വന്ന് ഞാൻ പോയി ഇങ്ങനെ അമ്മയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതനുസരിച്ച് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട്, അന്യമതസ്ഥരായിട്ടുള്ളവർ തന്നെ. അതുപോലെ ഞാൻ പള്ളികളിലും ഓട്ടോക്കാർക്കും ഒക്കെ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച്. ഞാൻ പ്രത്യേകം പറയും, നിങ്ങൾക്ക് ആവശ്യമില്ലേ ഇത് മേടിക്കരുത്, കളയാൻ ഒരിക്കലും ഞാനിത് തരത്തില്ലെന്ന്. അങ്ങനെയുള്ളവർക്കേ ഞാൻ കൊടുക്കാറുള്ളൂ. ഞങ്ങൾ മാംഗ്ലൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ ഞങ്ങളൊരു 15 കിലോമീറ്റർ ദൂരത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസത്തിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു 8-10 ചോറ് മേടിച്ച് കാറിൽ നടന്ന് റോഡിൻ്റെ സൈഡിലിരിക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ വിഷമമുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു കംപ്ലൈൻറ്റ് വന്നു, അവിടുന്ന് കുടിക്കുന്നവർക്കാണ് നിങ്ങളിത് കൊണ്ട് കൊടുക്കുന്നത്. അത് ഞങ്ങൾ ചെക്ക് ചെയ്ത് അത് ആ ഭക്ഷണം കൊടുക്കുന്നത് കുടിക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കാതെ അത് നിർത്തി. അതുപോലെ ഓർഫനേജിൽ അവിടെ ദൂരെയുള്ള ഒരു കർക്കല എന്നുള്ള ഒരു സ്ഥലത്തെ ഓർഫനേജിൽ ഒരു ലേഡി മാത്രം നടത്തുന്ന ഒരു ഓർഫനേജിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയും അവിടെ പോയി കാണുകയും അവർക്ക് വളരെ ദാരിദ്ര്യമാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരു ഓർഫനേജ്, ഞങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയും പോയി കണ്ട് ഹിന്ദിയിലൊക്കെ സംസാരിച്ചും ഒക്കെ ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വന്ന് അപേക്ഷിച്ചാലും ചെറിയ എമൗണ്ടാന്നേലും വലിയ എമൗണ്ടാന്നേലും ഞങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും മുടങ്ങാതെ ചെയ്യുന്നു. അതുപോലെ വേദോത്സവം വായിക്കാൻ കൂടുതൽ സമയം ഇരുന്ന് വായിക്കാൻ ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വേദോത്സവം വായിച്ചു കഴിഞ്ഞ് 3-ാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ റെഗുലറായിട്ട് പോകാനും ഞാനൊരു മർത്തോമാക്കാരിയാണ്, അതുകൊണ്ട് എനിക്ക് ജപമാലയൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടുന്ന് ഞാനൊരു ബുക്ക് മേടിച്ചുകൊണ്ട് പോയി ഞാൻ ജപമാല ചൊല്ലും. പ്രാർത്ഥനയൊന്നും മുടക്കാറേ ഇല്ല. 2-3 മണിക്കൂറും ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ അച്ഛനെ ഓർച്ച്, ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ, ഇവിടുത്തെ എല്ലാ വർക്കിനെ ഓർത്തും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ദൈവം ഇത്രത്തോളം സഹായിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. എൻ്റെ ഇളയ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിത്തത്തിൽ വരുന്ന പ്രതിസന്ധി വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതെല്ലാം എൻ്റെ ഈ അമ്മ തിരുക്കുമാരനെ കൂടെ എല്ലാം മാറ്റി അവളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. എലിസബത്ത് വർഗീസും മകളും തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ, ദൈവാനുഭവങ്ങൾ അൾത്താരയിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഈ മകൾക്ക് ഒരു ആക്സിഡൻറ്റിലൂടെ തന്നെ ആണെങ്കിലും തനിക്ക് ലങ്സിലുണ്ടായിരുന്ന നോഡ്യൂൾസ് കണ്ടുപിടിക്കുവാൻ അത് ഒരു നിമിത്തമാവുകയാണ്. ആക്സിഡൻ്റ് ആയിട്ടാണ് അത് അനുഭവപ്പെടുന്നതെങ്കിലും അങ്ങനെയാണ് ഈ മകളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതും. പിന്നീട് ഡോക്ടേഴ്സ് ഡൗട്ട് പറയുന്നു. എന്നാൽ അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ലേപനം ചെയ്ത് സ്വന്തം ശരീരത്തിൽ മകൾക്ക് വേണ്ടിയിട്ട് ലേപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് നമ്മൾ ആർക്കും കൊടുത്തു വിടണമെന്നില്ല. ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി തൈലവും ഒക്കെ അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രം സ്വന്തമാണ്. ഇത് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതിന് എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ ലങ്സിൽ രൂപപ്പെട്ട ആ വലിയ നോഡ്യൂൾസ് അത് പിന്നീട് ഇല്ല എന്നാണ് നാം കാണുക. അതായത് ബയോപ്സി വരെയും ചെയ്യണം എന്ന് പറഞ്ഞ് ടേബിളിൽ കിടത്തിയ ആളാണ്. ബയോപ്സി ചെയ്യുന്നതിന് മുമ്പുള്ള സ്കാനിങ്ങിൻ്റെ സമയത്താണ് ഡോക്ടേഴ്സ് പറയുക ഇവിടെ നോഡ്യൂൾസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അതിന് മുൻപുള്ള സ്കാനിങ്ങിൽ 2 നോഡ്യൂൾസ് ഉള്ളത് പിന്നീട് അത് കാണുന്നില്ല. ഇതുപോലെ ഈ പിന്നീട് അവർക്ക് കിട്ടിയ മറ്റ് കൃപകൾ, തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യവും
ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ്, അതിൻ്റെയൊക്കെ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ വഴിയായിട്ട് ഈ കുടുംബം, ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കുക. മകളും ഇന്നലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് നൽകിയ കൃപകൾ അനുഭവിച്ച മക്കൾ ഇന്ന് അവരിവിടെ വന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് സാക്ഷ്യവും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഉടമ്പടിയിലൂടെ അതിൻ്റെ ഫലങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരുന്ന അനുഭവങ്ങൾ നമുക്ക് ഏറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.